have our traditional flag hoisting ceremony followed by the national anthem, which underlines the importance of India as a diverse nation. I invite our respected principal, Ms. Susan Koshi Ma'am, for hoisting the flag, along with the school choir and the teachers for reciting the national anthem. Flag salute, salute. Order. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जय गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय हे जय जय हे. Now, I request our Venerable Principal, Ms. Susan Koshi Ma'am, to deliver this year's Independence Day message. ആദരണീയനായ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ബോസ് മാത്യു, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നലെ പ്രതിജ്ഞാ വാചകം ചൊല്ലി സ്കൂൾ നേതൃത്വ നിരയിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന പാർലമെന്റ് മെമ്പേഴ്സ്, മൈ ഡിയർ സ്റ്റുഡൻസ്, സെന്റ് ജോൺസ് ഫാമിലി കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവരുമേ, ആദ്യമായി ഈ 75ാം സ്വാതന്ത്ര്യദിന പുലരിയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ഭാവുകങ്ങൾ. കഴിഞ്ഞ 200 വർഷങ്ങൾ ഏറെയായി പ്രാണത്യാഗം പോലും നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വീര സേനാനികൾ, രാജ്യസ്നേഹികൾ, അവർ മൂലം നമുക്ക് ലഭിച്ച ഈ ഭാഗ്യാവസ്ഥ, ഈ അവരുടെ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ശിരസിൽ നമിക്കാം. ഈ ത്രിവർണ്ണ പതാക ഇവിടെ ഇങ്ങനെ ഉയർന്ന് പരിലസിക്കുമ്പോൾ നമ്മൾക്ക് നാം അടങ്ങുന്ന ഈ ജനറേഷന് അതിന്റെ വില അധികമൊന്നും അറിയില്ല. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കടന്നുപോയ ചില ചിന്തകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുന്നേറ്റ പരിപാടിയുടെ ഭാഗമായ ആത്മനിർഭർ ഭാരത്, സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ്. അങ്ങനെ ലോകത്തോട് വിളംബരം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഇന്ത്യ സ്വയം പര്യാപ്തതയിൽ പല മേഖലയിൽ നേടിക്കഴിഞ്ഞു എന്ന് ഈ സമയം നമുക്ക് വിളിച്ചു പറയാം. കഴിഞ്ഞ 74 വർഷത്തെ പ്രവർത്തനത്തിന്റെ പരിചയസമ്പത്തിന്റെ ഭാഗമായി ഇന്ത്യ നേടിയെടുത്തതാണ് ഈ ഭാഗ്യാവസ്ഥ. 1947 നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മുടെ നേതാക്കളായ മഹാത്മജിയും നെഹ്റുവും അംബേദ്കറും ഒക്കെ വിഭാവനം ചെയ്ത ആ സ്വപ്ന സാക്ഷാത്കാരം ആണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും അധികാര കൈമാറ്റം അല്ല ഈ സ്വാതന്ത്ര്യലബ്ധിയിലൂടെ നാം നേടിയിരിക്കുന്നത്. ഇക്കാലം അത്രയും എണ്ണമറ്റ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. അത് യുദ്ധമാകാം, പല മഹാമാരികളാകാം,
പല കെടുതികൾ പ്രതിക്ഷോഭങ്ങളാകാം. ഇവയൊക്കെ അതിജീവിക്കുവാൻ, ഈ വെല്ലുവിളികളെ ഒക്കെ നേരിടുവാൻ നമുക്ക് നേരിട്ട് കഴിഞ്ഞ് കിട്ടിയ ആ ധൈര്യവും ആത്മധൈര്യവുമാണ് ഈ കോവിഡ് മഹാമാരിയെയും നേരിടുവാൻ നമുക്ക് ഉള്ള ഒരു ശക്തിയും ഒക്കെ തന്ന് നമ്മളെ ഇന്ത്യയിലെ എല്ലാവരെയും ആകമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയിൽ നാം ആഘോഷിക്കുമ്പോൾ ഈ 138 കോടി ജനങ്ങൾക്കും അഭിമാനിക്കുവാൻ ഏറെയുണ്ട്. പല മേഖലയിലും നമ്മൾ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടേതായ ഒരു സിഗ്നേച്ചർ പലയിടങ്ങളിലും നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സാർവത്രിക വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പലവിധ പരിപാടികൾ, ആരോഗ്യ കുടുംബക്ഷേമ മേഖലകൾ നാം നടപ്പിലാക്കിയ പദ്ധതികൾ. 1947 സ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മൾ പല മേഖലകളിലും മുന്നേറിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതായത് പോവർട്ടി ലൈൻ, ആ സമയത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ 90% ജനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് പല വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി എന്നത് 26%, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള ജനങ്ങൾ 26% ചുരുങ്ങി. അതുപോലെ ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന സാക്ഷരത 16%, ഇപ്പോൾ അത് 88% ഉയർന്നു. മറ്റൊന്ന് ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം. ഈ കാര്യത്തിലും അന്ന് 27 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. ഇന്ന് പല സംരംഭങ്ങളുടെയും കൂട്ടായ ശ്രമങ്ങളുടെയും സമർപ്പണ ഭാവത്തിന്റെയും ഭാഗമായി അത് 70 വയസ്സായി ഉയർന്നിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രമേഖലയിൽ സാങ്കേതിക വിദ്യയിൽ ഏറെ, എസ്പെഷ്യലി ബഹിരാകാശ മേഖലയിൽ ആണ് ഇന്ത്യ ഏറെ കുതിച്ച് കയറ്റം നടത്തിയിരിക്കുന്നത്. പല പദ്ധതികളും, എസ്പെഷ്യലി ചന്ദ്രയാൻ, ഇതിന്റെ വിജയം തരുന്ന ഊർജം മറ്റു പല പദ്ധതികളിലേക്കും നമുക്ക് കാൽവെപ്പ് ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വ്യവസായ രംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം ഏറെ മുന്നേറുന്നു ഇന്ത്യ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ. സാമ്പത്തിക, ശാസ്ത്ര, സൈനിക ശക്തിയായി നമ്മൾ ഏറെ ദൂരം പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഏറെ ദൂരം പോകാനുമുണ്ട്. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഏറെ അഭിമാനിക്കുന്ന നേട്ടമാണ് ഇന്ത്യ നേടിയെടുത്തത്. പഠന നിലയിൽ തന്നെ അല്പം നില മെച്ചപ്പെട്ടു. ഒരുപാട് കാലത്ത് 125 വർഷമായ ഡ്രീമായിരുന്നു, സ്വപ്നമായിരുന്നു അത്ലറ്റിക്സിൽ ഒരു കാൽവെപ്പ്. നീരജ് ചോപ്ര അത് നേടിത്തന്നു. അതിൽ തന്നെ ഏറെ അഭിമാനിച്ച ആ നിമിഷമായിരുന്നു ഇന്ത്യക്കാർ. അങ്ങനെ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഇന്ത്യയുടെ മുൻപിൽ ഒരു പടി കൂടെ നമ്മൾ ഉയർന്ന് ശിരസുയർത്തി നിൽക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം പവിത്രമെന്ന് കരുതുന്ന പല മൂല്യങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കാത്തു സൂക്ഷിച്ചു. പ്രത്യേകിച്ചും വിവിധ മതങ്ങൾ, ഭാഷകൾ, ജീവിത ശൈലികൾ ഇവയെല്ലാം കോർത്തിണക്കി ഐക്യവും സൗഹാർദ്ദവും ദൃഢം ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ആണിക്കല്ലാണ് മതനിരപേക്ഷത, സെക്യുലറിസം. ഈ നിരപേക്ഷതയ്ക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും വിള്ളലേറ്റിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ് മത, എസ്പെഷ്യലി ടോളറൻസ്, സഹിഷ്ണുതയ്ക്ക്. പക്ഷെ ഈ സഹിഷ്ണുത ഈയിടെയായി ഈ കാലഘട്ടത്ത് ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് കാണാം. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈയിടയ്ക്ക് പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന അസം, മിസോറാം, ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള അതിർത്തിക്കുള്ളിലെ സംഘർഷം. അത് അടക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് വളരെയേറെ ഭാരപ്പെടുന്നു. ആ സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ. ഇന്ത്യ ലോകത്തിന് എപ്പോഴും ശ്രദ്ധയാകർഷിക്കുന്ന പല മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്തികളുടെ പുറകെ പോകണോ എന്ന്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ നാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് മുന്നേറി ഭാരതീയരായ നാം നമുക്ക് മുന്നേറുവാൻ ഒരുപാട് മേഖലകൾ, എസ്പെഷ്യലി നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റെയിൽവേസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സീപോർട്സ്, എയർപോർട്ട്സ്, റോഡുകൾ, ഇവയുടെയൊക്കെ മെച്ചമായ സ്ഥിതി ഭാരതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് പല ഗവൺമെന്റും കാലാകാലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യ ശ്രദ്ധ ഊന്നിയിരിക്കുന്ന ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾ, അതുപോലെ സ്ത്രീ പ്രാതിനിധ്യം, ശുചിത്വം, ഈ മേഖലകളിലെല്ലാം നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഈ കോവിഡ് മൂലം നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥിതി, ഇന്ത്യയിലെ ധനികരായ 5%
മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ധനികരാകുകയും അൺഓർഗനൈസ്ഡ് സെക്ടറായ അസംഘടിത മേഖലയിലുള്ള ആൾക്കാർ വീണ്ടും പിറകിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ഈ അസംഘടിതാവസ്ഥ മാറി ഒരു ഈക്വാളിറ്റി സമൂഹത്തിലും സാമ്പത്തിക മേഖലകളും എല്ലാം ഈക്വാളിറ്റി ഉണ്ടാകേണ്ടതിന്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം പഴയ രീതിയിൽ കോവിഡിന്റെ മുൻപിലുള്ള രീതിയിലാകണമെങ്കിൽ ഏതാണ്ട് 2 വർഷമെങ്കിലും നമ്മൾ ചെലവിടണം. അപ്പൊ അത് അത്ര വലിയ ഒരു ശ്രമമാണ്, നമ്മുടെ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആയതിനാൽ ഈ പവിത്രമായ ജനാധിപത്യം നിലനിർത്തുവാനും അതിന്റെ അന്തസ്സും മൂല്യവും എല്ലാം കാത്തു സൂക്ഷിക്കുവാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഉള്ള ഒരു പ്രധാന മേഖലയാണ് നമ്മുടെ രാഷ്ട്രീയ മേഖല. പൊളിറ്റിക്കൽ പാർട്ടീസ് നേതാക്കളും എല്ലാവരും ഇതിന്റെ ഉത്തരവാദിത്വം കാത്തു സൂക്ഷിക്കണം. ജനാധിപത്യത്തിൽ എതിർ സ്വരങ്ങൾ ഉയരുമ്പോൾ അവയെ അടിച്ചമർത്താതെ, അവയ്ക്ക് നേരെ വാതിൽ കുട്ടിയടയ്ക്കാതെ എങ്ങനെയാണ് ഈ ജനാധിപത്യ പവിത്രമായ ഇതിന്റെ ആശയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നേതൃത്വം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഏകാധിപത്യം നമുക്ക് ചെറുത്തു നിൽക്കാനാവൂ. അങ്ങനെ കാലാതീത കാന്തിയുള്ള ത്രിവർണ്ണ സ്വപ്നമായിരിക്കട്ടെ ഇന്ത്യ എന്ന ആശയം. ആ സ്വപ്നത്തിന്റെ സമർപ്പണ പതാകയാണ് ഇപ്പോൾ ഈ ഉയർന്നു പറക്കുന്നത്. മഹാത്മജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമ്മുടെ ഹാർഡ് ഏൺഡ്, അതായത് പൊരുതി നേടിയ ഈ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം ജനങ്ങൾക്ക് ഏകത്വബോധം, യൂണിറ്റി, ആത്മബഹുമാനം, സെൽഫ് റെസ്പെക്ട്, സ്വാതന്ത്ര്യബോധം ഇവയെല്ലാം ഉണ്ടാകണം. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. The heartbeats are going up with patriotism. So, let us sing into its depth with a patriotic song performed by the school choir. ये मंदिरों का देश है, ये मस्जिदों की सनसनी, मेरा बदन को दात कर मेरे बदन में क्या लगी, मेरा बदन को दात कर मेरे बदन में क्या लगी। ये मंदिरों का देश है, ये मस्जिदों की सनसनी, मेरा बदन को दात कर मेरे बदन में क्या लगी, मेरा बदन को दात कर मेरे बदन में क्या लगी। ये मंदिरों
उनका देश है। Thank you. Now, I would like to invite the school speaker, Ms. Kalyani J.K. for delivering this year's Independence Day message. Respected Manager, Reverend Father Bois Matthew, Vice Chairman K. Matthew Sir, Principal Susan Koshi Ma'am, teachers, parents, and my dear friends. Good morning to all. Today, our country marks its 75th Independence Day. Tracing the events, let's have a journey from where we have started, where we have reached, and where we are to. India, a land of deep pockets, was subjugated by trading routes from 15th century, where the Britishers made the most from our country, pushing us into a great misery. The immediate consequence that it created was partition, accompanied by a great bloodshed, leading to the loss of lives of many. We took a lot to recuperate the dreadful past. Now, have we gone much far away from this? If so, what we have achieved and what are the challenges awaiting us? India has prospered economically, culturally, politically and socially today, and we are quite hopeful about our future. We rose like a phoenix as denoted by the social indicators. Increase in literacy rate from 12% in 1947 to 81% at the present, and life expectancy of 31 in 1947 to 64 at present. It is not a piece of cake for India to be here in this position, and if we have reached here, there is a lot more for us to catch up. We are required to involve diverse voice in our political structure, ensuring that the interest of various groups is represented. Here lies the true spirit of our country in being accommodative. As enshrined in the Constitution, the idea of secularism must be extended with adequate intervention of state in eliminating the extreme forces, as we all know the tight clutches of terrorism is a consequential threat which require a united effort of termination. In this current scenario of COVID-19, an adequate redressal is required in the matter of millions of unemployed, kin of deceased, and a vast majority whose livelihood is adversely affected. Finally, the mental and emotional status of the country's huge resource, that is, the population must be scrutinized as we have one of the largest human resources. I hope that our country can attain an all-embracing heights where each of us can discharge our persona. As Swami Vivekananda have quoted, every nation has a message to deliver, a mission to fulfill, a destiny to reach. The mission of India has been to guide humanity. Let's move ahead, spearheading the entire human race towards the goal of humanity. Thank you. Thank you. Before finishing up, I would like to invite the school prefect, Ron Koshi, for delivering the vote of thanks. Reverend Father Boas Matthew, respected K. Matthew Sir, beloved Madam Principal Susan Koshi, respected teachers, non-teaching staff, and my dear friends. Let us celebrate the glory of free India and uphold the pride and honor of being an Indian. I feel proud to propose this vote of thanks on the behalf of St. John's School, Anjan. And on my own behalf, we are all grateful to all freedom fighters who sacrificed everything for the independence of our country. I, on behalf of St. John's School, extend my most sincere gratitude
to the Almighty God for making today's event a resounding success. With His blessings and grace, we are all able to make this event what it was. Now, I express our special thanks to Reverend Father Boaz Matthew and K. Matthew sir for your instant support for this Independence Day celebration. Thank you, Father. Thank you, sir. We are indeed grateful to our beloved Madam Principal Susan Goshi for her strong words of message, instilling patriotism, encouragement, and dedication to all of us. I, and on behalf of the school, extend sincere gratitude to you, ma'am. I owe special thanks to the school choir for creating an ambience of dedication and dignity amongst our students. Thank you all. Our humble thanks to the school speaker for her captivating message. Thank you, Kalyani. We owe a very special thanks to our teachers, non-teaching staff, office staff, valued parents, and to all my dear friends for the cooperation in making this function a resounding success. Once again, I thank you all. Thank you. The program is over. There will be sweet distribution.